ആരുമല്ലേ? ആരുമല്ലേ ഇവിടെ? എന്താ? ലോറിക്കാർ പാണ്ടിയല്ലേ? വീണ്ടും ശല്യപ്പെടുത്താൻ വന്നിരിക്കാ? ഓ പിന്നെ, ഇയാൾ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ ഇയാൾ ആരാണെന്ന് ഇയാളുടെ വിചാരം? പുരുഷായല്ലോ. രാവിലെ എന്നാ തന്നോട് കെട്ടിയെടുത്തേ? ഇവിടെ എവനെ ഒരുത്തിന് പാല് കൊടുക്കണമെന്ന് ആ യൂണിയൻ ജോസൂട്ടി പറഞ്ഞു. അതുകൊണ്ടാ കൊണ്ടുവന്നെ. വേണമെങ്കിൽ എടുത്തോ. ആ പിന്നെ, ഓസിനല്ല കാശിനാ. 1-ാം തീയതി കൃത്യമായും തരണം. അഡ്വാൻസ് ഇപ്പൊ തന്നെ വേണം. ഓ, അവിടെ അഡ്വാൻസ്? ഞാൻ പറഞ്ഞു നിന്നോട് ഇവിടെ പാല് കൊണ്ടുവരാൻ. ഓ, എന്നാ പിന്നെ പറഞ്ഞ ആളെന്നെ കുടിക്കട്ടെ. ആ നിക്ക. ആ ഏതായാലും കൊണ്ടുവന്നല്ലേ തന്നെ. ഓ ആ, പോയി അഡ്വാൻസ് എടുത്തോണ്ട് വാ. ആ, നാളെ തരാം. ദേ, നാളെ തന്നില്ലെങ്കിലുണ്ടല്ലോ. നീ എന്നാ ചെയ്യും? അത് നാളെ പറയാം. ഇറങ്ങിയോ? ഇതാണ് ഞങ്ങളുടെ മട. കണ്ടാ, ആ ഇരിക്കുന്നൊക്കെ ഞങ്ങളുടെ തൊഴിലാളികളാ. വാ, നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അടുത്ത് എന്നുള്ള പരിചയപ്പെടണം വേണ്ട, ഇവിടെ നിന്ന്. അപ്പൊ ഡീപ്പായിട്ട് വേണ്ടേ? വേണ്ട. വേണ്ടല്ലേ? വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ആദ്യം ലേഡീസിൽ തന്നെ തുടങ്ങാം. അതാണല്ലോ അതിന്റെ ഒരു രീതി, സുഖം. ആ ഇരിക്കുന്നതാണ് സാറാമേരത്തി. ആദ്യം കഞ്ചാവ് സാറാമെന്നായിരുന്നു പേര്, ഇപ്പൊ കരിമരുന്ന് സാറാമെന്ന്. തൊണ്ടയിൽ കിറ്റ്. അത് നമ്മുടെ മാത്തുക്കുട്ടിച്ചായന്റെ സ്പെഷ്യൽ കുട്ടിയാ. വേണമെങ്കിൽ നമുക്കൊന്ന് ഡീപ്പായിട്ട് പരിചയപ്പെടാം. വേണ്ട. അതേതാടാ കുട്ടി? ആ ഇരിക്കുന്ന കുട്ടി? അത് നമ്മുടെ ജാൻസി കുട്ടിയാ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞേ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അതിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഏകദേശം നിശ്ചയിച്ച പോലെയാ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? മനുഷ്യന് ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? ഏതാ ആ പെണ്ണ്? കൂടുതൽ ചൂണ്ടല്ല എന്റെ പൊന്ന് സാറേ. അതാ ഇത്താക്കിന്റെ മോളാ. ഇത്താക്കിന്റെ മോളോ? ആ, ഇത്താക്കിന്റെ ഒരേ ഒരു മോള് സലോമി. ഈ പെണ്ണെന്ന് പറഞ്ഞ ഇത്താക്കിന് ജീവനാ. അവളെ അങ്ങനെ ആരെങ്കിലും ചൂണ്ടിന്നറിഞ്ഞ ഇത്താക്ക് ആ കൈ വെട്ടിക്കളയും. അങ്ങനത്തെ സ്വഭാവമുള്ള മനുഷ്യനാ. അപ്പുവേട്ടൻ എന്താ അത്ര ആലോചിക്കുന്നേ? എത്രയോ കാലമായി ഞാൻ അന്വേഷിച്ചു നടന്നിരുന്ന ആളെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു. ആരത്? ഇസഹാക്ക്. കൂമ്പം തൊപ്പിയും കാക്കി വേഷവും കയ്യിൽ ലാത്തിയുമായി നടന്നിരുന്ന ഇത്താക്ക് പോലീസിനെയാ കഴിഞ്ഞ 10-22 വർഷമായി ഞാൻ അന്വേഷിച്ച് നടന്നത്. വന്ന് അന്ന് തന്നെ ഞാൻ അയാളെ കണ്ടു. പിന്നെ ഇന്നൊരു പുതിയ അറിവ് കൂടെ കിട്ടി. ചെയ്ത പാവങ്ങളെല്ലാം മറന്ന് അടിവാരത്ത് അയാൾ മകളെയും കൂട്ടി ചേക്കേറിയെന്ന്. ഇനി എനിക്ക് തകർക്കേണ്ടത് അയാളെ മാത്രമല്ല, അവളെ എനിക്ക് വേണം. അപ്പോഴാ അന്ന് അപ്പുവിന്റെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഈ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി തന്നെയായിരുന്നു. ഞാനോട് അടിക്കട്ടെ കല്ല്. എന്റെ അച്ഛോ, ഇവിടെ കുറെ അവളുമാരുണ്ട്. കോളേജിൽ പറിക്കാൻ പോകുമ്പോലെ കെട്ടി ഒരുങ്ങി ഇവിടെ വരുന്നേ. എന്നാൽ എല്ലാ പാവാന്നറിയൂ. അല്ല, എന്നതാ സാറ് നടത്തി പ്രശ്നം? ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് ഇവളാ. നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ടോ? കാശായിട്ടാണോ അതോ? ചേച്ചി പറയുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ ഒലത്തും. എന്ന് മുതൽ അടി പുല്ലേ നിനക്ക് നാക്ക് മൂക്കും വെച്ചേ. സാറാമേടത്തി, വിവരമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞത് വെച്ച് ബോധമില്ലാത്ത നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? മാത്തുക്കുട്ടിച്ചായനെതിരെ പുതിയ നേതാവിനെ കൊണ്ടുവരാനാ ചിലരുടെ പരിപാടി. ഇത്താക്ക് നേതാവ് അതിനിച്ചിരി പുളിക്കും. മാത്തുക്കുട്ടിച്ചായൻ വിചാരിച്ചാലുണ്ടല്ലോ. മാത്തുക്കുട്ടിയുടെ പേര് പറഞ്ഞു ബലം ഉണ്ടാക്കിയാണല്ലോ ചവിട്ടിന് നാവേ മുഴു. ആരുടെയാണ് നിന്റെ? അത് നിനക്കറിയണോ? ഞാൻ പറഞ്ഞുതരാടോ. നിന്നെ ഞാൻ കുറെ കാലമായിട്ട് നോട്ടിട്ടിരിക്കുക. ഈ തൊഴിലാളികളെ കുത്തിത്തിരിപ്പിക്കുന്ന നീ അല്ലേ? ഞാൻ കാണിച്ചു തരാം. നീ കാണിക്കും. നീ ഇനി പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നത് എനിക്കൊന്ന് കാണണം. 24 മണിക്കൂറിനകം നിന്നെ അകത്താക്കാൻ ഞാൻ ഇങ്ങനെയൊന്ന് ഒടിച്ചാ മതി. പോലീസും പട്ടാളമെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. പോലീസിലും ജയിലിലും ഒക്കെ ഞാൻ കുറെ ചിരച്ച തല്ലിക്കൊന്ന് ഞാൻ കത്തിക്കും. ഒരുത്തനോട് ചോദിക്കല. അറിയിക്കും. ഞാൻ അറിയിക്കണ. നീ ആരാന്നാണ് എന്റെ വിചാരം? ലോകം നന്നാക്കാൻ ഇറങ്ങി തിരിച്ച പുണ്യാളനോ? എടാ, നിന്നെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരാഴ്ചയെങ്കിലും ഉണ്ടോടാ ഇസഹാക്ക്? അത് പിന്നെ അച്ഛൻ ആ മാത്തുക്കുട്ടി മടയെ വന്ന പ്രശ്നം ഉണ്ടാക്കി ഞാൻ. നിനക്ക് നിന്റെ കാര്യം നോക്കി അടങ്ങി ഒഴുങ്ങി കഴിഞ്ഞാ പോരെ? നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കണം അച്ഛനല്ലേ പഠിപ്പിച്ചേ? അത് പിന്നെ നീ അയൽക്കാരെ വീട്ടിൽ ഇരുന്ന് സ്നേഹിച്ചാ മതി. അതെങ്ങനെ അച്ചു? അതങ്ങനെ. നീ ഇപ്പൊ പോരാ. കർത്താവേ, എവനെയൊക്കെ വേദപുസ്തകം പഠിപ്പിച്ച എന്നെ വേണം.